നമുക്ക് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. എ എന്ന മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം തന്നിട്ടുണ്ട് അല്ലെ. പ്രതീകം യഥാർത്ഥമല്ല എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ സാധനം നമ്മൾ സാധാരണ ഓക്സിജൻ O, കാർബണിന് C എന്നൊക്കെ കൊടുക്കും അല്ലെ. അതുപോലെ എ എന്ന് പറഞ്ഞ മൂലകം കറക്റ്റ് ഒരു പേര് കൊടുത്തല്ലേ, എ എന്നൊരു എക്സ് എന്നൊക്കെ കൊടുക്കുന്ന അറിയാത്തൊരു സാധനത്തിന് എക്സ് എന്ന് കൊടുക്കില്ലേ, അതുപോലെ എ എന്ന് കൊടുത്താണ്. അതുകൊണ്ടാണ് പ്രതീകം യഥാർത്ഥമല്ല, സിംബൽ ഈസ് നോട്ട് റിയൽ എന്ന് കൊടുത്തിട്ടില്ല അല്ലെ. പിന്നെ എന്താ, ഈ മൂലകം ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു എന്ന് കണ്ടുപിടിക്കണം. അപ്പോ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഇവിടെ എന്താണ് അവസാനത്തെ ഏത് സബ്ഷനിലേക്കാണ് പോയത്, എസ് സബ്ഷനിലേക്കാണ് പോയത് അല്ലെ. അപ്പൊ ഏത് ബ്ലോക്കിലാണ്, എസ് ബ്ലോക്കിലാണ് അവസാനം എസ് ആയതുകൊണ്ട് എസ് ബ്ലോക്കിലാണ് പോയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി ചില സമയത്ത് ഇങ്ങനെ വരാം, AR 4s1 ഇങ്ങനെ. 4s1 മുമ്പിൽ നമുക്ക് 3d1 4s2 എന്ന് കൊടുക്കും. അപ്പൊ നമ്മൾ ചോദിക്കും അവസാനം എസ് അല്ലേ, അപ്പൊ എസ് ബ്ലോക്ക് ആയിരിക്കും. പക്ഷെ എസ് ബ്ലോക്കിന് ശേഷം നമ്മൾ 3d നിറച്ചല്ലേ, അപ്പൊ അത് ഡി ബ്ലോക്ക് ആയിരിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഇവിടെ മൂന്നാം ഷെല്ലിൽ നിറയാതെ നാലാമത്തെ ഷെല്ലിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നു, കാരണം എന്ത്? മൂന്നാമത്തെ ഷെല്ലിൽ നിറയാണ്ടാണ് നിറഞ്ഞിട്ടുള്ളത് അല്ലെ. നമുക്ക് വെറുതെ ഒന്ന് ARന്റെ ഒന്ന് എഴുതി നോക്കാം. ARന്റെ എന്താണ്, AR 18 ആണ് അല്ലെ. എന്റെ നമുക്കൊന്ന് എഴുതി നോക്കാം. എന്റേത് 4s1 വരില്ലേ കണ്ടത്. അപ്പൊ എന്താണ് 1s2 2s2 2p6 3s2 3p6 3d നിറയാണ്ട് നമ്മൾ എന്തിൽ നിറച്ചു, 4s1 നിറച്ചു അല്ലെ. 3d നിറയാണ്ട് 4s1 നിറച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ നിറച്ചത് എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് നിറച്ചത്? 3dനേക്കാളും ഊർജം കുറവ് 4sനാണ്. 3d ഊർജം കൂടുതലാണ്, 3dയേക്കാൾ ഊർജം കുറവ് 4sലാണ്. അപ്പൊ അതുകൊണ്ടാണ് 4sൽ ആദ്യം നിറച്ചത്. 3dനേക്കാളും എനർജി കുറവ് 4sലായതുകൊണ്ടാണ് ആദ്യം അതിൽ നിറച്ചത്. ഓക്കെ ആണല്ലോ. അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. ചുവടെ തന്നിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഉത്തരം എഴുതണം. അപ്പൊ എ എന്ന് പറഞ്ഞ മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട് അല്ലെ. അതുപോലെ ബിന്റെ തന്നിട്ടുണ്ട്, സിന്റെ തന്നിട്ടുണ്ട്, ഡിന്റെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ തന്നിട്ടുണ്ട്. എന്നിന്റെ ഇലക്ട്രോൺ വിന്യാസം വേണമെങ്കിൽ നമുക്ക് കൂട്ടി എഴുതി സൈഡിൽ എഴുതി നോക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ എന്താണ് ചോദ്യം? -2 ഓക്സീകരണ അവസ്ഥ കാണിക്കുന്ന മൂലകം ഏത്? -2 ഓക്സീകരണ അവസ്ഥ, മൈനസും ഒക്കെ ഏതാണ് കാണിക്കുക? പി ബ്ലോക്കിലെ മൂലകങ്ങളാണ് കാണിക്കുക അല്ലെ. അപ്പൊ -2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 സംയോജകത വരുന്ന ഏതാണ്? 16ാം ഗ്രൂപ്പാണ്. അപ്പോ 16ാം ഗ്രൂപ്പ് ആയിരിക്കും എന്ത് കാണിക്കുന്നുണ്ടാവാ? -2 ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നുണ്ടാവാ. അപ്പൊ 16 വരുന്ന ഏതാണുള്ളത്? ഡി അല്ലെ. നോക്കിയേ 2ഉം 4 നോക്കിയേ 4 14 ഇതിന്റെ പരം പി ബ്ലോക്കിന്റെ പരം എന്ത് ചെയ്യാം നമ്മള് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട്? 4ന്റെ പരം 12 കൂടി ആഡ് ചെയ്യാണല്ലോ ചെയ്യാം. അപ്പൊ എത്ര കിട്ടുന്നത്? 16. അപ്പം ഡി ആണ് ഒന്നാമത്തെ ആൻസർ വരിക. ഓക്കെ ആണല്ലോ. ഡി ആണ് -2 ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത്. അടുത്തത് +2 ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത് ഇതിൽ ഏതായിരിക്കും ചോദിച്ചിട്ടില്ല. +2 ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത് എസ് ബ്ലോക്ക് മൂലകത്തിലെ രണ്ടാമത്തെ ഗ്രൂപ്പാണ് അല്ലെ. നോക്കി 3s2 രണ്ടാമത്തെ ഗ്രൂപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. ഇവയിൽ ഏതാണ് ആൽക്കലൈൻ എർത്ത് ലോഹം? ആൽക്കലൈൻ എർത്ത് ലോഹം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ടാമത്തെ ഗ്രൂപ്പ്. അപ്പൊ എ ആണ് അല്ലെ. എ ആണ് ആൽക്കലൈൻ എർത്ത് ലോഹം. അടുത്ത എന്താണ്? വിച്ച് എലമെന്റ് ഹാസ് ദി ഹയസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി? ഹയസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കാണിക്കുന്ന അല്ലെങ്കിൽ ഹയസ്റ്റ് അയോണൈസേഷൻ എനർജി, അയോണീകരണ ഊർജ്ജം കാണിക്കുന്ന ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? 17ാം ഗ്രൂപ്പിലെ മൂലകമാണ്. 17ാം ഗ്രൂപ്പ് ഏതാ വരുന്നത് നോക്കിയേ. പി ബ്ലോക്ക് ആണ് 17ാം ഗ്രൂപ്പ്. ഇതിന്റെ പരം 12 കൂട്ടിയാൽ നമുക്ക് 17 കിട്ടുക. അപ്പൊ മൂന്നാമത്തെ ആൻസർ എന്താണ് വരുന്നത്? ബി ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോ ഇതേപോലെ നമുക്ക് ഇതിൽ കുറച്ച് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരിക. എങ്കിലും കൂടെ നമുക്ക് ഹീലിയം, നിയോൺ, ആർഗൺ ഇതിന്റെയൊക്കെ ഇലക്ട്രോൺ വിന്യാസം അറിയെങ്കിൽ, അറ്റോമിക് നമ്പർ അറിയെങ്കിൽ നല്ലതായിരിക്കും. അതായത് ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 2 ആണ്. നിയോണിന്റെ എത്രയാണ്? ഇതിന്റെ പരം 8 കൂടി കൂട്ടിക്കഴിഞ്ഞാല് 10. ആർഗണിന്റെ എത്രയാണ്? 18 ആണ്. ഇത് ഓർത്ത് വെക്കുക. അഥവാ നമുക്ക് എന്തെങ്കിലും തന്ന് നിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3s1 എന്നൊക്കെ തന്നു കഴിഞ്ഞാല് എന്താ ചെയ്യേണ്ടത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ. അപ്പോ ക്വസ്റ്റ്യൻ ഇതൊന്നും ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതി വെക്കാം. എത്രയാണ്? നിയോൺ എത്രയാണ്? 10 ആണ്. അല്ലെങ്കിൽ 3s1 എഴുതിയാൽ മതി. 1s2 2s2 2p6 10 അല്ലെ. എന്നിട്ട് 3s1. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഗ്രൂപ്പും ബ്ലോക്കും ഒക്കെ കണ്ടുപിടിക്കാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. താങ്ക് യു.